വേണ്ട, ഞാൻ ഇന്ന് തൂങ്ങിക്കാം. സാറിന്റെ പേര് ഞാൻ ഇത് ഉറപ്പാ. എനിക്ക് അത്ര ഇമ്പോർട്ടന്റ് ആയിരുന്നു ആ കോൺട്രാക്ട്. ഞാൻ അത്രയും ഫസ്ട്രേറ്റഡ്. ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. എങ്ങനെയെങ്കിലും 18 വയസ്സൊന്നായാൽ മതി, എന്നിട്ട് വേണം ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ എന്നാഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലേ? ഞാനുമൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. കാര്യം പല ആളുകൾക്കും ഡ്രൈവിംഗ് പഠിക്കുക, വാഹനമൊക്കെ ഓട്ടിക്കുക എന്ന് പറയുന്നത് വലിയ ഇഷ്ടമായിരിക്കും. അങ്ങനെ ഒരുപാട് പേരുണ്ട്. എന്നാൽ ചില ആളുകൾ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം വരുമ്പോൾ മാത്രമാണ് വണ്ടി ഓട്ടിക്കണം എന്നൊക്കെ എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ മാത്രമാണ് ലൈസൻസ് എടുക്കുന്നത്. അങ്ങനെ ചില ആളുകളുണ്ട്. അപ്പോൾ എന്തായാലും വണ്ടി ഓടിക്കുക എന്ന് പറയുന്നതും അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആകുക, നല്ല രീതിയിൽ ഡ്രൈവിംഗ് പഠിക്കുക, പിന്നീട് ലൈസൻസ് എടുക്കുക എന്നൊക്കെ പറയുന്നത് അതൊരു പ്രൊസീജിയർ തന്നെയാണ്. അത് ഘട്ടം ഘട്ടമായി നമ്മൾ പഠിച്ചു വരേണ്ട കാര്യങ്ങളുമാണ്. അതല്ലാതെ ചുമ്മാതെ അങ്ങോട്ട് ഓടിച്ചെന്ന് ലൈസൻസ് വേണം എന്ന് പറയുന്നത് നടപ്പുള്ള കാര്യമല്ല അല്ലേ? പക്ഷേ ഇവിടെ ഈ ഒരു പെൺകുട്ടി എന്ന് പറയുന്നത് ലൈസൻസ് എടുക്കാൻ ചെന്നിട്ട് പ്രോപ്പറായിട്ട് ഡ്രൈവിംഗ് പഠിക്കാത്തത് കൊണ്ട് തന്നെ ഫെയിലായി. അതിൻ്റെ പേരിൽ ആ ഒരു ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തുകയാണ്. എനിക്ക് ലൈസൻസ് തന്നില്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ വീട്ടിന് മുന്നിൽ പോയി ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. ഇദ്ദേഹത്തിൻ്റെ പേര് എഴുതി വെക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തുകയാണ്. അതും വളരെ മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുകയാണ് ഒരു ഉദ്യോഗസ്ഥനോട്. അതിന് സപ്പോർട്ട് ചെയ്യുന്നത് ഈ പെൺകുട്ടിയുടെ അച്ഛനാണ്. ആദ്യമേ അടി കൊടുക്കേണ്ടത് ഈ കുട്ടിയുടെ അച്ഛനെയാണ്. കാര്യം നല്ല രീതിയിൽ ആ കുട്ടിയെ വളർത്താത്തതിന്. മാത്രമല്ല ഇത്രയും മോശമായിട്ട് സംസാരിച്ചിട്ട് പോലും ഈ ഒരു കുട്ടിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ആ അച്ഛൻ സംസാരിക്കുന്നത്. കൊണ്ടുനടന്ന് ഞാൻ ഏറ്റവും ചെറുതായിട്ടുള്ളവർ കൊടുത്തു. നിങ്ങളിത് കാണുന്നില്ലേ? അച്ഛനല്ലേ. അതായത് നിയമം നോക്കി പ്രോപ്പറായിട്ട് ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനെയാണ് ഇതേപോലെ ചോദ്യം ചെയ്യുന്നത്. അതേപോലെ തന്നെ വേറൊരു ഉദ്യോഗസ്ഥൻ്റെ പേരും പറയുന്നുണ്ട്. ആ ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ ഇതുപോലെ അല്ലല്ലോ, എല്ലാവർക്കും നല്ല രീതിയിൽ ലൈസൻസ് കൊടുക്കുമല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കാര്യം അവരെയൊന്നും ആരും ചോദ്യം ചെയ്തില്ല. കാര്യം പൈസ കൊടുത്തു കഴിഞ്ഞാൽ ലൈസൻസ് കൊടുക്കും. ഇങ്ങനെ പൈസ കൊടുത്ത് ലൈസൻസ് വാങ്ങുന്നവരാണ് വെറുതെ റോഡിൽ കൂടെ നടന്നു പോകുന്നവരൊക്കെ വണ്ടി കയറ്റി കൊല്ലുന്നത് അല്ലേ? എന്തായാലും നിയമം നോക്കി നല്ല രീതിയിൽ ഡ്യൂട്ടി ചെയ്ത ഈ ഒരു ഉദ്യോഗസ്ഥനെ ചോദ്യം ചെയ്ത ഈ ഒരു പെൺകുട്ടിക്കെതിരെ എന്തായാലും ശിക്ഷാ നടപടി ഉണ്ടാകണം. മാത്രമല്ല ഒരു 5 വർഷത്തേക്കെങ്കിലും ഈ ഒരു കുട്ടിക്ക് ലൈസൻസ് എടുക്കാൻ പറ്റാത്ത രീതിയിലാകണം. അതുപോലെ ഈ ഒരു കുട്ടിയുടെ അച്ഛനും എന്തെങ്കിലുമൊക്കെ ശിക്ഷാ നടപടി ഉണ്ടാകണം. കാരണം എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളെ നല്ല രീതിയിൽ വളർത്തുക, പെൺകുട്ടി നല്ല മക്കളെ നല്ല രീതിയിൽ വളർത്തുക. എല്ലാം എപ്പോഴും വിജയം മാത്രമേ ഉണ്ടാകൂ എന്ന് പറഞ്ഞ് പഠിപ്പിക്കരുത്. തോൽവി ഉണ്ടാവും, അത് നമ്മൾ തരണം ചെയ്ത് പോകണം എന്ന് രീതി പഠിപ്പിക്കുക. വാശി പിടിക്കുന്നതിനെല്ലാം വാങ്ങിച്ചു കൊടുക്കാതിരിക്കുക. ഇത്രയും ക്ഷമയില്ലാത്ത ഈ ഒരു പെൺകുട്ടിക്ക് എന്തായാലും ലൈസൻസ് കൊടുക്കരുത്. ഏറ്റവും കുറഞ്ഞത് 5 വർഷമെങ്കിലും വെയിറ്റ് ചെയ്യിപ്പിച്ചേ പറ്റൂ. കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും ക്ഷമയില്ലാതെ വണ്ടി ഓടിച്ചുകൊണ്ട് റോഡിൽ പുറത്ത് പോയി കഴിഞ്ഞാൽ എത്ര പേരെ ഈ പെൺകുട്ടി ഇടിച്ചു കൊല്ലും. എവിടെയെങ്കിലുമൊക്കെ ബ്ലോക്കുകൾ വരും, എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിൽക്കുന്ന വണ്ടിക്കാരെയും ആളുകളെല്ലാം ഇടിച്ചു കളഞ്ഞിട്ട് പോകുമായിരിക്കുമല്ലോ. കാര്യം ക്ഷമയില്ലല്ലോ. അങ്ങനെ മോള് വണ്ടി ഇടിച്ച് കൊന്നാലും നാളെ ഈ അച്ഛൻ സപ്പോർട്ടായിട്ട് വരും. എൻ്റെ മോള് വണ്ടിയുമായിട്ട് റോഡിൽ ഇറങ്ങുമ്പോൾ എല്ലാവരും വഴിയിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ വഴി നിൽക്കുകയാണെങ്കിൽ എല്ലാവരും ഇടിച്ച് കൊല്ലും എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അച്ഛൻ അന്ന് സപ്പോർട്ട് ചെയ്യാൻ വരുന്നത്. അതുകൊണ്ട് അച്ഛനും മകൾക്കും തക്കതായ ശിക്ഷ കൊടുക്കണം.